ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ പറുദീസകളിലൊന്നായ വയനാട്ടിൽ കെണിച്ചിറ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സുരേഷിൻ്റെയും ദിവ്യയുടെയും സ്വപ്നഭവനം ഒരുങ്ങിയിരിക്കുന്നത്. തികച്ചും ട്രഡീഷണൽ രീതിയിലുള്ള ഒറ്റ നിലയിൽ തീർത്ത 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മുഖമുദ്രകളിലൊന്നായ ചാരുപൊടിയോട് കൂടിയ നീളൻ വരാന്തകളാണ് ഇവിടെയും നാം ഈ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീളൻ വരാന്തകളിൽ നടുഭാഗത്തു നിന്ന് തന്നെയാണ് പ്രധാന വാതിൽ തുറക്കുന്നത്. പഴമയുടെ മാതൃകകൾ തന്നെയാണ് സ്ലോപ്പോട് കൂടി ഈ എലിവേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തളങ്ങളിലേക്ക് നടക്കാം. മെയിൻ ഡോർ കടന്ന് നാം എത്തി നിൽക്കുന്നത് ഒരു ഡ്രോയിങ് ഏരിയയിലാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇതിൻ്റെ ഒരു ഡ്രോയിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു പ്രൈവറ്റ് ഡ്രോയിങ് റൂമിൻ്റെ എല്ലാത്തരം ഫെസിലിറ്റിയും നമുക്കിതിൽ ലഭിക്കുന്നുമുണ്ട്. ഈ ഒരു ഡ്രോയിങ് റൂമിൽ അതിൻ്റെ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗമാണ് പൂജ ഏരിയ. വുഡൻ വർക്ക് കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ ഒരു പൂജ റൂം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, പൂജ സ്പേസ് വളരെ ഭംഗിയായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ഡ്രോയിങ് റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. അതിനോട് യോജിക്കുന്ന രീതിയിൽ തന്നെ വുഡൻ ടച്ചുള്ള ഒരു സീലിംഗ് നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഡ്രോയിങ് റൂമിൻ്റെ ചുവരുകളിലായി വളരെ ഭംഗിയുള്ള തിരുപ്പതി ഭഗവാന്റെയും അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെയും ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വർണ്ണവർണ്ണങ്ങളിൽ മനോഹരമായ ആ ചിത്രങ്ങൾ ഈ ഒരു ഡ്രോയിങ് റൂമിൻ്റെ പ്രൗഢി കൂട്ടുന്നു. വിശാലമായ ഈ ഒരു ഡ്രോയിങ് റൂമിൽ നിന്ന് നാം കടന്നു ചെല്ലുന്നത്, പൂജാ സ്പേസും കടന്നു ചെല്ലുന്നത് അതിലും വിശാലമായ ഒരു നടത്തളം, ആ ഒരു ഫാമിലി ഏരിയയിലേക്കാണ്. ഡ്രോയിങ് റൂമിൽ നിന്നും നാം കടക്കുന്നത് വളരെ വിശാലമായ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ്. ഡബിൾ ഹൈറ്റാണ് ഈ ഒരു ഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെൻറ്റർ പോർഷൻ ഡബിൾ ഹൈറ്റ് ആയി ചെയ്ത കാരണം മാക്സിമം ലൈറ്റും വെന്റിലേഷനും ഈ ഒരു വീടിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പോർഷൻ ഫുള്ളും ഓപ്പൺ ആകുന്ന രീതിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഈ ഒരു വീടിൻ്റെ നടുത്തളം എന്ന് പറയാം. ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് 4 ബെഡ്റൂമിലേക്കും ഡൈനിങ്ങിലേക്കുമുള്ള എൻട്രികൾ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്കുള്ള എല്ലാ എൻട്രികളും വളരെ പ്രൈവസിയോടുകൂടി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ എൻട്രികൾ എല്ലാം തന്നെ ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്നും വന്നാൽ തന്നെയും യാതൊരു കൺജഷനും ഇല്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ. നമുക്ക് വിശാലമായ ഒരു ഫാമിലി സിറ്റിംഗ് ഏരിയ, ഒരു TV ഏരിയയും നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. വാൾപേപ്പർ ചെയ്ത ആ ഹൈലൈറ്റ് ചെയ്യുന്ന പോർഷനിലാണ് TV ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഡൈനിങ്ങിനെ ഒട്ടും ബാധിക്കാത്ത രീതിയിൽ വളരെ പ്രൈവസിയോടുകൂടി തന്നെ ഒരു വാഷ് ഏരിയയും ഈ ഒരു ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബെഡ്റൂമിലേക്ക് കിടക്കുന്ന എൻട്രികളിൽ ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബുക്ക് ഷെൽഫും, ഒരു ഏരിയയിൽ ട്രോഫികളെല്ലാം നമുക്ക് ഷോ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഷോക്കേസും നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും.
ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഭവനം, B4 ബിൽഡിംഗ്, ഡിസൈനർ ബിൽഡർ, ഹോം ഫോർ യു എന്നീ മാഗസിനുകളിലെ കോളമിസ്റ്റ്. ഡ്രീം ഹോം, 50+8 ന്യൂ ഹൗസസ്, 30+3 ന്യൂ ഹൗസസ്, ഹോം പ്ലാൻ ആൻഡ് വ്യൂ, ഹൗസസ് ഇൻ യുവർ ഡ്രീം, മൈ ഹോം, ഇന്റീരിയർ തുടങ്ങിയ പുസ്തകങ്ങളുടെ രചയിതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഫാമിലി സിറ്റിംഗ് ഏരിയയിൽ നിന്നും നാം എൻ്റർ ചെയ്യുന്നത് വളരെ ക്യൂട്ടായ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ആ ഒരു എൻട്രിയിൽ നാം കൊടുത്തിരിക്കുന്നത് LED വർക്കും CNC വർക്കും കൂടി ചേർന്ന് മിക്സ് ചെയ്ത ഒരു എൻട്രൻസ് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു 8 സീറ്റഡ് ഡൈനിങ് ടേബിളാണ് ഈ ഡൈനിങ്ങിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഡൈനിങ്ങിൽ തന്നെ ഒരു വർക്ക് സ്പേസ് പോലെ ഒരു കബോർഡ്സും നമുക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളുമെല്ലാം ഉപയോഗിക്കാൻ വേണ്ടി ഒരു കൗണ്ടർ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമായ ഒരു ഏരിയയാണ് അത്. അതിൻ്റെ മുകളിലായി നമുക്ക് ഷെൽഫുകളും ചെറിയൊരു ക്രോക്കറി യൂണിറ്റ് നമുക്കിത് സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു സീലിംഗ് വൈറ്റ് കളർ തീമിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതിൽ LED ലോങ് ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ മാത്രമുള്ള ഒരു വീടായിട്ടാണ് ഡിസൈനിങ്ങിൽ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലോർ ഹൈറ്റ് കൂടുതൽ കൊടുത്ത കാരണം വളരെ സ്പേസ് ഉള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോർ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കടക്കുന്നത് വളരെ വിശാലമായ ഒരു കിച്ചൺ ഏരിയയിലേക്കാണ്. ഈ ഒരു കിച്ചൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം യൂട്ടിലിറ്റി നോക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കബോർഡ്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് അഭിമുഖമായി തന്നെയാണ് ഈ ഒരു കിച്ചൻ്റെ ദർശനം. അതുകൊണ്ട് തന്നെ മറ്റൊരു സൗകര്യം ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മുന്നിൽ ഫ്രണ്ട് ഗേറ്റിൽ ആര് വന്നാലും കിച്ചണിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് വ്യക്തമായി കാണാൻ സാധിക്കും. ഇതിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ലൈറ്റിങ്ങും ഇതിൽ ലഭിക്കുന്നുണ്ട്. മാക്സിമം ലൈറ്റും വെന്റിലേഷനും നാച്ചുറലായി ലഭിക്കുന്ന രീതിയിൽ തന്നെ അതിന് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കബോർഡ്സുകൾ വെക്കുന്നതിന് ഒട്ടും ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ വിൻഡോകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ലെങ്തിയായ ഒരു കിച്ചൺ സ്ലാബാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് അതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സംവിധാനം ഇതിൽ നാം കാണുന്നത് വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ഈ കിച്ചണിൽ കാണാൻ സാധിക്കും. എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ ഒരു സ്പേസാണ് അത്. അതുപോലെ തന്നെ
നമുക്ക് ഈ കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരുക്കിയിരിക്കുന്നത് കാണാം. കിച്ചൺ കബോർഡ്സ് എല്ലാം മാക്സിമം യൂസ് ചെയ്യുന്നതിന് വേണ്ടി അതിൽ ആക്സറീസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലോറിംഗ് യൂണിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്റ്റോറേജ് ഈ ഒരു യൂണിറ്റിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ആവശ്യമായ കട്ട്ലറി യൂണിറ്റുകളും പുൾ ഔട്ടുകൾ ഇതെല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത് മാക്സിമം സാധനങ്ങൾ സാധിക്കും. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മാക്സിമം സ്റ്റോറേജ് ലഭിക്കുന്നത്. ചിമ്മിനി ഏതാണ്ട് കിച്ചണിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലും ചെറിയൊരു കബോർഡിൻ്റെ മുകളിലായി ഭംഗിക്ക് വേണ്ടി ചെറിയൊരു പോലെ ഒരു യൂണിറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അതിലെല്ലാം LED സ്ട്രിപ്സ് ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായ രീതിയിൽ അത് അലങ്കരിച്ചിരിക്കുന്നു. പിന്നെ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് മാറ്റ് ഫിനിഷായ ടൈൽസാണ്. അതുകൊണ്ട് വെള്ളം വീണാലും അടുക്കള ഉപയോഗിക്കുമ്പോഴൊന്നും തെന്നി വീഴാത്ത ഒരു ഫ്ലോറിംഗ് നമുക്ക് ഇവിടെ കാണാം. കിച്ചണിൽ നിന്നും നാം കടക്കുന്നത് ഒരു ചെറിയ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഈ ഒരു യൂട്ടിലിറ്റി ഏരിയയിൽ തന്നെയാണ് ഒരു കോമൺ ബാത്റൂമും അതുപോലെ ഒരു സെർവൻറ്റ് റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഭവനം, B4 ബിൽഡിംഗ്, ഡിസൈനർ ബിൽഡർ, ഹോം ഫോർ യു എന്നീ മാഗസിനുകളിലെ കോളമിസ്റ്റ്, ഡ്രീം ഹോം, 50+8 ന്യൂ ഹൗസസ്, 30+3 ന്യൂ ഹൗസസ്, ഹോം പ്ലാൻ ആൻഡ് വ്യൂ, ഹൗസസ് ഇൻ യുവർ ഡ്രീം, മൈ ഹോം, ഇന്റീരിയർ തുടങ്ങിയ പുസ്തകങ്ങളുടെ രചയിതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഈ വീട് വയനാടാണ് നിൽക്കുന്നത്. ഇത് വയനാട്ടിൽ തന്നെ കേണിച്ചിറ എന്നൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്
ഒരു ട്രഡീഷണൽ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓണർ സുരേഷ് വന്നിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിനകത്തൊരു ട്രഡീഷണൽ എലമെൻ്റ് വേണമെന്നത് നിർബന്ധമായിരുന്നു. ട്രഡീഷണൽ വേണം, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതി. സാധാരണ കണ്ടുപരിചയം 2 ഫ്ലോറാണ്, പക്ഷേ ഇതിനകത്ത് 1 ഫ്ലോറേ ഉള്ളൂ. അതുപോലെ തന്നെ 2 ഫ്ലോറിൻ്റേതായൊരു ലുക്കും കിട്ടാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇതിനകത്ത് 2 ഫ്ലോർ ചെയ്യാതെ തന്നെ 1 ഫ്ലോറിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് 4 ബെഡ്റൂം ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ 2 വശത്ത് 2 കാർ പോർച്ചുമുണ്ട്. ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ പോർഷൻ നമ്മൾ 20 ഫീറ്റ് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചൂടും അതേപോലെ തന്നെയുള്ള യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാവില്ല. കാരണം ഒരു ചിമ്മിനി എഫക്റ്റിൽ നമ്മൾ ചൂടിന് പുറന്തള്ളുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു തണുത്ത കാലാവസ്ഥയായത് കാരണം തന്നെ ഇതിനകത്ത് വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ജനലാവാതിൽ ഇതെല്ലാം നമ്മൾ സാധാരണ കേസിൽ കൊടുക്കുന്നത് 210, അതായത് 210 ആയിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 225 ആണ്. 2 മീറ്ററും 25 സെൻറ്റിമീറ്ററും നമ്മൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫ്ലോർ ഹൈറ്റ് 12 അടി കൊടുത്തിട്ടുണ്ട്. അതായത് 3.6 മീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വരുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം നമുക്ക് അനുഭവപ്പെടും. ഈ സ്ഥലം റോഡിൽ നിന്നും ഒരുപാട് താഴ്ന്നിട്ടായിരുന്നു. അത് നമ്മൾ ഈ കരിങ്കല്ലെല്ലാം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആവും. അതുകൊണ്ട് ഇത് പില്ലർ ഫുട്ടിങ്ങിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കരിങ്കല്ല് ഇത്രയും ഹൈറ്റിൽ ടോട്ടൽ ഏരിയയിൽ കവർ ചെയ്ത് വരുമ്പോൾ ഒരുപാട് ലോഡ് കരിങ്കല്ല് വരും. കാരണം 100 ലോഡിൽ അധികം വരും. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പില്ലർ ഫുട്ടിങ് കൊടുത്ത കാരണം പില്ലറിൻ്റെ ഹൈറ്റിൽ മാത്രമാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നുള്ളൂ. അതാകെ കൂടി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 10-15 രൂപയുടെ വ്യത്യാസത്തിലേ ഉണ്ടായിരിക്കുള്ളൂ. ഒരു 2 ഫീറ്റ് വരെ നമ്മൾ കരിങ്കല്ലിൽ കൊടുത്ത് ഡെപ്ത് നിന്ന് എടുത്തു വരുന്നത് ലാഭകരമാണ്. ഒരു 5 ഫീറ്റിനേക്കാൾ താഴെ പോവുക, ഒരു 5 അടിയേക്കാൾ താഴെ പോയി നമ്മൾ അതിനകത്ത് കരിങ്കല്ല് കെട്ടി ഈ വീടിന് ചുറ്റും കെട്ടി വരുന്നത് നഷ്ടമായിരിക്കും. അങ്ങനെ ബേസ് ചെയ്യുമ്പോൾ കോളം ഫുട്ടിങ് കൊടുക്കുന്നതാണ് ലാഭകരം. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ട്രഡീഷണൽ ഫീലിംഗും ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളൊരു സിമ്മട്രിയും കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിമ്മട്രി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് 2 വശത്തും നമ്മൾ ഓരോ കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ ഏരിയയിൽ നമ്മൾ അതിനുള്ള മെയിൻ ഡോറും എല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലാൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ അത് സിമ്മട്രി ഒന്നുമല്ല. അതായത് ഒരു വശത്ത് കിച്ചൺ വരുന്നുണ്ട്, അതും വാസ്തുശാസ്ത്രപരമായിട്ട് തന്നെ കിച്ചൺ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഈ ബെഡ്റൂമിനെ എല്ലാം പ്ലാൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സിമ്മട്രി ഒന്നുമല്ല. പക്ഷേ എക്സ്ട്രീം, അതായത് എലിവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിമ്മട്രി ഫീൽ ചെയ്യും. അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് റൂഫ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്ന 4 ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂമാണ് നാം ഇപ്പോൾ കാണുന്നത്. വളരെ ലൈറ്റ് കളേഴ്സാണ് ബെഡ്റൂമുകളെ വിശാലമാക്കുന്നത്. ഇതിന് ഒരു ഐവറി ഷെയ്ഡാണ് പെയിൻറ്റിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോട് യോജിക്കുന്ന രീതിയിൽ വുഡിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബെഡ്റൂമിലെ ഓരോ ഫർണിച്ചറും ഒരുക്കിയിരിക്കുന്നത്. ഒരു സൈഡിലായി ഫുള്ളും കബോർഡ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ സംവിധാനങ്ങൾ. മറ്റൊരു സവിശേഷത, വളരെ ലളിതമായി പ്രൗഢമായി ഈ ഒരു റൂമിൻ്റെ സീലിംഗ് ഒരുക്കിയിരിക്കുന്നു. അതിനും വുഡിൻ്റെ ഒരു കളർ തീം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിനെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും അതിനോട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിനെ ഒരു ഡ്രസ് ഏരിയയും അതിൽ നിന്നും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെന്റിലേഷനും ലൈറ്റും മാക്സിമം ലഭിക്കുന്ന രീതിയിൽ തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. വയനാടിൻ്റെ ഒരു പ്രത്യേകത പോലെ തന്നെ വയനാടിൻ്റെ പ്രത്യേകതകൾ എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്.
ഈ ബെഡ്റൂമിനോട് കണക്ട് ചെയ്യുന്ന ഒരു ഡ്രസ് ഏരിയയാണ് നാം കാണുന്നത്. ഇതിൽ ഒരു മിറർ യൂണിറ്റും ഒരു ഡ്രസ്സിംഗ് ഏരിയയുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഡ്രസ്സിംഗ് റൂമിനോട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഇതിന്റെ ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിൽ ഡ്രൈയും വെറ്റും തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ പ്ലാനിങ് നടത്തിയിരിക്കുന്നത്. ബാത്റൂമിൽ നിന്നും കടക്കുന്നത് ഡ്രൈ ഏരിയയിലേക്കും അവിടെ നിന്നും ഒരു ലെവൽ ഡിഫറൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് വെറ്റ് ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയയിലാണ് ഷവർ കൊടുത്തിരിക്കുന്നത്. ഡ്രൈയും വെറ്റും തിരിക്കുന്നത് കാരണം തന്നെ ബെഡ്റൂമിലേക്കോ ഡ്രസ് റൂമിലേക്കോ വെള്ളത്തിന്റെ നനവ് ഒട്ടും തന്നെ വരുന്നില്ല. ഡ്രൈ ഏരിയയിലാണ് നാം വാഷ് ബേസിനും ക്ലോസറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഡ്രൈയും വെറ്റും നമ്മൾ തിരിച്ചിരിക്കുന്നത് ഒരു ബാഫിംഗ് വാൾ കൊടുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് കൺസീൽഡ് ഫ്ലഷ് വെക്കുന്നതിനും ഇത് വളരെ സൗകര്യപ്രദമാണ്. അതിന്റെ ടോപ്പ് മനോഹരമായി ഗ്രാനൈറ്റുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. മിറർ യൂണിറ്റിന് മുകളിൽ ചെറിയൊരു ഷെൽഫ് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. മാസ്റ്റർ ബെഡ്റൂമായാണ് ഈ ബെഡ്റൂമിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് വളരെ ലളിതമായ പ്രൗഢമായ ഒരു സീലിംഗ് ഒരുക്കിയിട്ടുണ്ട്. വൈറ്റ് കളർ തന്നെയാണ് ഈ ഒരു റൂമിന്റെ കളർ സ്കീമായി കൊടുത്തിരിക്കുന്നത്. മാക്സിമം വെന്റിലേഷനും ലൈറ്റും ലഭിക്കുന്ന രീതിയിൽ തന്നെ രണ്ടു വശങ്ങളിലായി ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലായി വാർഡ്രോബ് കംപ്ലീറ്റായി കൊടുത്തിട്ടുണ്ട്. ഒരു വാൾ മൊത്തമായി വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു റൈറ്റിംഗ് ടേബിളിനുള്ള ബ്രോഷർ ചെറിയൊരു ഷെൽഫും അതിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് ഒരു ഡ്രസ് ഏരിയയും അതിൽ നിന്നും കണക്ട് ചെയ്ത രീതിയിൽ തന്നെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഡ്രസ് റൂമിൽ ഒരു മിറർ യൂണിറ്റും ചെറിയ 2 ഷെൽഫുകളുമാണ് കൊടുക്കുന്നത്. നാല് ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതിനും നാച്ചുറൽ വെന്റിലേഷനും ലൈറ്റും കിട്ടുന്ന രീതിയിൽ 2 സൈഡും വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സീലിങ്ങിനെയും വളരെ ലളിതമായി എന്നാൽ എലഗൻ്റായ രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. സീലിങ്ങിലെല്ലാം വാം ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഭംഗി കൂട്ടിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനും നാം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കബോർഡിനോട് കൂടി ചേർന്ന് തന്നെയാണ് അതിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഈ ഒരു എൻട്രിയിൽ കൂടെയാണ് നാം ബാത്റൂമിലേക്ക് കടക്കുന്നത്.
നാലാമത്തെ ബെഡ്റൂമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇതിനും സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിനും ഒരു സൈഡിലായി ഒരു വാർഡ്രോബും അതിനോട് അടുത്തു തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകൾക്കെല്ലാം മാക്സിമം പ്രൈവസി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഡോറുകൾ കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിന് ടൈൽസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമുകളിൽ എല്ലാം മാറ്റ് ഫിനിഷുള്ള ഫ്ലോറിംഗ് ടൈൽസും ഗ്ലോസി വാൾ ടൈൽസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാത്റൂമുകൾ ക്ലീൻ ചെയ്യുന്നതിന് വളരെ ഈസി ആയിരിക്കും. നിങ്ങളുടെ വീട് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സ്വപ്ന ഭവനം എന്ന് തന്നെ വേണമെങ്കിൽ പറയുന്നില്ലേ. അപ്പൊ അത് എങ്ങനെയാണ്, അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഡിസൈനിങ് ആയിട്ട് മുന്നോട്ട് പോയത്, ആദ്യം എന്താണ് ചെയ്തത് നിങ്ങൾ? ഞങ്ങളൊരു 4 വർഷം മുമ്പാണ് ഞങ്ങളൊരു വീട് വെക്കണം എന്നുള്ള സ്വപ്നം ഞങ്ങളിൽ ഉദിച്ചു തന്നെ. അപ്പോൾ എനിക്ക് 2 പെൺപിള്ളേരുള്ളൂ, 2 മക്കളും കൂടി. ഞങ്ങൾ 4 ആളും കൂടെ കൂടിയിരുന്നിട്ടൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കി അത് ആരെങ്കിലും ഏൽപ്പിക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെ. അപ്പോഴാണ് ഞങ്ങൾക്ക് തൃശ്ശൂരിൽ വനിതാ ഹോംസിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നതും യാതൊരു പരിചയവും ഞങ്ങൾക്ക് ഷൈൻ ബിൽഡേഴ്സുമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ അന്ന് ഷൈൻ സാറിനെ കാണാൻ സാധിക്കുകയും അന്ന് അതുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സാറ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഔട്ട്ലൈൻ ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാറ് ഞങ്ങളുടെ ചെറിയൊരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് ഇന്ന് അത് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ സാറിൻ്റെ ഞങ്ങളുടെ ഒരു ഐഡിയ ഞങ്ങളുടെ ഒരു എങ്ങനെയാണ് അത് സാറ് നന്നായിട്ടില്ല ഇത് ചെയ്ത് അങ്ങനെയാണ് സാറുമായിട്ട് സാറിൻ്റെ ഐഡിയ നന്നായി. അത് അതിനപ്പുറമായി ഞങ്ങൾ പ്രതീക്ഷയെ കൂടുതൽ നന്നായിട്ട് സാർ അത് ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതെ 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 അങ്ങനെ തന്നെയാണ്. അതെ 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 ഞങ്ങളിത് പ്ലാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. അപ്പം പിന്നെ അവസാനം ഞങ്ങൾ സാറിനോട് ചോദിച്ചാൽ ഇത് തന്നെ അതിൻ്റെ പ്ലാൻ തന്നു കഴിഞ്ഞപ്പോൾ സാർ ഇതെന്താ ഇതിൻ്റെ 3D. അപ്പോൾ സാറ് ഞങ്ങളോട് പറയാം 3D എലിവേഷൻ തരാം. അങ്ങനെ സാറ് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ചെന്ന് 3D എലിവേഷൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ മൊത്തത്തിലെങ്ങും ഇതായി ഭയങ്കര മാറി. സാറ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെ സാറ് വരച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. 3D എലിവേഷൻ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഈസി അതെ അതെ. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കസിൻസൊക്കെ കുറേ പേര് ഞങ്ങളോട് അതിനെതിര് പറഞ്ഞു. ഇത്രയും ദൂരത്ത് കുന്നംകുളത്ത് ഒരു എഞ്ചിനീയർ നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നോക്കാൻ പറ്റില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ വന്നോണമെന്നില്ല എന്നൊക്കെ പറഞ്ഞത്. എന്നാലും ഞങ്ങൾക്ക് ഷൈൻ സാറിൻ്റെ മുകളിലൊരു വിശ്വാസവും കൊണ്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയും പക്ഷെ ഞങ്ങൾ വിചാരിച്ച കൂടുതൽ സാറ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. ശരിക്കും ഇവിടുത്തെ വർക്കെല്ലാം ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് തന്നെ കൊടുത്തിരുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷൻ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർക്കാണ് കൊടുത്തിരുന്നത്. പക്ഷെ അയ്യപ്പൻ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോടല്ല ചോദിക്കുന്നതൊക്കെ. എല്ലാം ഷൈൻ സാറിനെ വിളിച്ചിട്ടാണ് അവർ തമ്മിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. പക്ഷെ എല്ലാ പ്ലാൻസും സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ പ്ലാനും എല്ലാ ചെറിയ ചെറിയ ഡ്രോയിങ്സും സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയ ഡൗട്ട്സ് വന്നിട്ട് സാറ് നേരെ സാറിനെ വിളിച്ച് ചോദിക്കുക ചെയ്യുക അയ്യപ്പൻ. ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ടായില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. എപ്പോൾ വിളിച്ചാലും നമ്മൾ ലോക്കലിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും അപ്പോൾ വിളിച്ചാൽ ഓടി വരുന്നുണ്ട് എല്ലാവരും. സാറ് അവരെ ഗൈഡ് ചെയ്യാൻ ശരിക്കും ചെയ്തിരുന്നു. ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും നമ്മൾ റൂഫിൻ്റെ ഇൻഡസ്ട്രിയിൽ അവർ റൂഫിൻ്റെ ഒക്കെ പണി നടന്നപ്പോഴാണേലും അവർ സാറിന് ഡയറക്റ്റ് വിളിച്ച് സാറത് വീഡിയോ കോളിലൂടെ ചെയ്ത് ഇന്ന പോലെ ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താണ്. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച് കൂടുതൽ ഇവർ കുടുംബക്കാരെയൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സാർ എത്ര പ്രാവശ്യം ഇവിടെ വന്നിരുന്നു, സൈറ്റ് വിസിറ്റിന് വന്നൊക്കെ കാണിച്ചു. അവരൊക്കെ തന്നെ അത്ഭുതപ്പെട്ടു പോയി.
സപ്പോർട്ടായിരുന്നു. കിട്ടി 100% കിട്ടിയായിരുന്നു. സാർ ഫോൺ എടുക്കും. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ സംശയങ്ങളൊക്കെ അത് നല്ലതാണ്. പിന്നെ ഇത് പണിത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവല്? എങ്ങനെയായിരുന്നു? നിങ്ങൾ വിചാരിച്ച 100% ആയോ? അത് 80 അല്ല, അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് പണിത് വന്നു കഴിഞ്ഞപ്പം ശരിക്കും ഇതിൻ്റെ രൂപം ശരിക്കും അങ്ങ് മാറിയത് ഇൻറ്റീരിയറുകാർ വന്നേ പിന്നെയാണ്. മാർക്ക് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള നമ്മുടെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്. സീലിങ്ങിനൊക്കെ വന്നപ്പോൾ നല്ല പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ആ സെന്റർ പോർഷൻ ഹൈറ്റിലാണ് ചെയ്ത കാരണം നിങ്ങളെ വലിയൊരു ഫാമിലി ഏരിയ അതെ അതെ പോലെയുള്ള ഒരു ഏരിയ. അതെ അതെ. പിന്നെ കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, അതുപോലെ ആ ഒരു ഇരിക്കാനുള്ള സീറ്റിങ്ങോ സ്പെഷ്യാലിറ്റിയാണ് വരച്ചു കൊടുത്തിരുന്നു. ഇതേപോലെ വേണം വരച്ചു കൊടുത്തു. ഇന്ന സാധനങ്ങൾ ഇന്ന് തീർക്കാൻ വേണം വരച്ചു. അപ്പൊ അതിനേക്കാളും സഫിഷ്യന്റ് ആയുള്ള അവരും നല്ല ഫേബർ ഇന്ത്യ അവരാണ് ചെയ്തത്. നല്ല സപ്പോർട്ടായിരുന്നു അവർ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ലോക്കൽസിനെ, അതായത് ഇവിടുത്തെ ഒരു ആൾക്കാരെ തന്നെ വെച്ച് ഇന്റീരിയറും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തപ്പോ കുറച്ചും കൂടി എക്കണോമി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ വളരെ സന്തോഷമുണ്ടായിരുന്നു.